ഹലോ വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. ഇനി ഞാൻ ചിക്കൻ പുലാവാണ് ചെയ്യുന്നത്. പുലാവ് എന്നൊക്കെ വിളിക്കാവോ എന്നറിയില്ല, പക്ഷേ സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു റൈസാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും റെസിപ്പിയും നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം കുറച്ച് കുറച്ച് ഇട്ടാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് മൈദയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ചിക്കൻ എന്ന് പറയുന്നത് ബോൺലെസ് ആയിരിക്കണം. അത്യാവശ്യം ചെറിയ ക്യൂബായിട്ടായിരിക്കണം ഈ ചിക്കൻ എടുക്കേണ്ടത്. ഇത് നന്നായിട്ട് കോട്ടാക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി മൈദ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിനെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ വേണം ചെയ്യാൻ. കുറച്ച് കൂടുതൽ ഓയിൽ എടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ ഇത് വെച്ച് കഴിഞ്ഞിട്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വരുന്ന ടൈമിൽ അത് ആദ്യം ഉണ്ടായതിനേക്കാളും ചെറുതായിട്ടൊന്ന് ചുരുങ്ങും. അതുകൊണ്ട് ഒത്തിരി ചെറിയ ക്യൂബാക്കരുത്, കുറച്ച് ഒരു വലിയ ക്യൂബായിട്ട് വേണം എടുക്കാനായിട്ട്. ഇതൊന്ന് നല്ല ബ്രൗൺ കളറായിട്ട് വരുന്ന ടൈമിൽ ഇതിനൊന്ന് വറുത്ത് മാറ്റാം. ഈ എണ്ണ മാറ്റി വെക്കണം, നമുക്ക് പിന്നീടത്തേക്ക് ആവശ്യം വരും. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചില്ലി സോസ് ഒഴിക്കുക. റെഡ് ചില്ലി സോസും എടുക്കാം. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഈ ചിക്കൻ സോസിലൊന്ന് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞിട്ട് നമുക്കിതിനൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണിത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3 മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം. അതിന് വേണ്ടി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതൊക്കെ ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് റൈസിനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലിലേക്ക് നമ്മളൊരു സവോള പൊടിയായിട്ട് അരിഞ്ഞിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇത് ഒരു വലിയ പാത്രത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കുക, നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൊമാറ്റോ പ്യൂരി ചേർക്കുക. ഈ ടൊമാറ്റോ ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ട് തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഇത്. ഈ മിക്സിൻ്റെ ഒപ്പം ഇട്ടിട്ട് ഒന്ന് തിളച്ച് കുറുകി വരുന്ന ടൈമിൽ പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികളെന്ന് പറഞ്ഞാൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർക്കാവുള്ളൂ, ബിരിയാണി മസാല ഒന്നും ചേർക്കരുത്. ഇത് നന്നായിട്ട് മിക്സാക്കി കഴിയുമ്പോഴത്തേക്കും ഒന്ന് കുറുകി നല്ലൊരു മസാലയുടെ മണമൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അതിന് 3 ഗ്ലാസ് വെള്ളം വേണം. അതിൽ 1 ഗ്ലാസ് എന്ന് പറയുന്നത് ചിക്കൻ സ്റ്റോക്കാണ്. ബാക്കി 2 ഗ്ലാസ് വെള്ളവും അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നാലേ ഇത് തിളച്ച് വരുന്ന ടൈമിൽ ബാലൻസ് ആവുള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നിടം വരെ അടച്ച് വെക്കുക. ഈ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക. ഞാൻ ബസ്മതി അരിയാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് ബസ്മതി അരി നന്നായിട്ട് കഴുകി അരമണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് ഊറ്റിയെടുത്തതാണ്. ഒത്തിരി പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഓയിലോ നാരങ്ങാനീരോ ഒന്നും ചേർക്കേണ്ട. തക്കാളികളുകൊണ്ട് പുളിപ്പും ഉണ്ടാവും. ഇതൊന്ന് അടച്ച് വെച്ചേക്കുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തിളച്ച് ഒരു 1/4 ഭാഗം വെള്ളം വറ്റുമ്പോഴത്തേക്കും തുറന്നിട്ട് ഇനി അടച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് മാറ്റാം. ഇനി ഒരു വലിയ പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിലോ നെയ്യോ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു പച്ചമുളക് നീളത്തിൽ കീറിയത്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് അതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സവോളയും ക്യാബേജും ക്യാപ്സിക്കവും ക്യാരറ്റും മാത്രമേ ഇട്ടിട്ടുള്ളൂ. നീളത്തിൽ അരിഞ്ഞിടാൻ നോക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതൊന്ന് വാടി വരുന്ന ടൈമിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പെന്ന് പറയുന്നത് ഈ വെജിറ്റബിൾസിന് ആവശ്യമുള്ള മാത്രം ഇട്ട് കൊടുത്താൽ മതി, വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് മിക്സാക്കി ഒരു 1/4 ഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുക. ഈ റൈസ് ഞാനൊരു പരന്ന പാത്രത്തിലിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ചിരുന്നായിരുന്നു. അപ്പോൾ ഇത് കട്ട പിടിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. ഇത് മിക്സാക്കുന്ന ടൈമിൽ തീ വേണമെന്നൊന്നുമില്ല. ആ ചട്ടിയുടെ തീയിൽ തന്നെ ഇത് മിക്സ് ആയാൽ മതി. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മളിതൊക്കെ മിക്സ് ആക്കാനായിട്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ശരിയാക്കി വെച്ച എഗ്ഗും പിന്നെ ഫ്രൈ ചെയ്ത ചിക്കനും ചേർത്ത് മിക്സാക്കി എടുക്കുക.
ഈ ചിക്കനിൽ ടൊമാറ്റോ സോസിൻ്റെയൊക്കെ ഒരു കോട്ടിംഗ് ഉള്ളതുകൊണ്ട് സൂപ്പർ ടേസ്റ്റാണ്. നല്ല ഇടയ്ക്ക് കഴിക്കുന്ന സമയത്ത് നല്ല മധുരമൊക്കെ വരുമ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് മിക്സാക്കി കഴിയുമ്പോൾ ഒന്ന് അടച്ച് വെച്ചേക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഒരു എറി നോക്കാം. എല്ലാവരും ഇത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.